ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിധിയെ സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിക്കുകയാണ് നികേഷ്. അവരെ കാത്തു നിൽക്കുന്ന സുധീഷ് പറയുകയാണ്, ഇതുവരെ പോയവരെ കാണുന്നില്ലല്ലോ, ഒരുപാട് നേരമായല്ലോ. ഈ സമയം അവിടേക്ക് വന്ന ഭാസ്കരൻ സുധീഷിനെ ശ്രദ്ധിക്കുകയാണ്. സുധീഷിന്റെ അരികിലേക്ക് വന്ന ഭാസ്കരൻ ചോദിക്കുന്നു, എടാ നീ അവളെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നിട്ട് എത്ര നാളായി? ഒരു 4-5 മാസമെങ്കിലും ആയില്ലേ? അന്ന് വന്ന ദിവസത്തിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടോ? അവള് നിന്നെ ഭർത്താവായി കാണാൻ തുടങ്ങിയിട്ടില്ല. അവളിവിടെ നിന്റെ പെങ്ങളായിട്ടാ ജീവിക്കുന്നത്. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി സുധീഷ് ചോദിക്കുന്നു, പെങ്ങളോ? നിങ്ങൾ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും. അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? നിന്റെ ചേട്ടനെ അവള് എന്താ വിളിക്കുന്നത്? സുഭാഷേട്ടാന്നല്ലേ? സഹോദരനായിട്ടല്ലേ കാണുന്നത്? സുഭാഷ് അവരുടെ സഹോദരനാണെങ്കിൽ നീയും അവളുടെ സഹോദരനാ. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, സുഭാഷേട്ടനെ അവൾ അങ്ങനെ കാണുന്നത്, പക്ഷേ എന്നെ അവൾ അങ്ങനല്ല കാണുന്നത്. വെറുതെ വായി വരുന്നത് പറയരുത്. അവൾ ഭാസ്കരൻ പറയുകയാണ്, ഇങ്ങനെ പോയാൽ പെട്ടെന്ന് തന്നെ അവള് നിന്നെ സഹോദരനായി കണ്ടോളൂ. എടാ, കല്യാണം കഴിഞ്ഞ് ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നാൽ മാത്രം പോരാ, അവളുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കണം. ഇങ്ങനെ ദൂരെ നിന്ന് കണ്ടോണ്ടിരുന്ന അധികം വൈകാതെ തന്നെ ഞാൻ പറഞ്ഞ അവസ്ഥയാകും നിനക്ക്. എടാ, നീ അവളെ ഭാര്യയായിട്ട് കണ്ടോണ്ടിരിക്കുന്നത്. അവൾ ഒരു ദിവസം പോലും നിന്നെ ഭർത്താവായി കണ്ടിട്ടില്ല. നീ കണ്ടോ, എത്രയും പെട്ടെന്ന് ഇവരെല്ലാവരും കൂടി ചേർന്ന് അവൾക്ക് നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് കല്യാണം നടത്തും. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി സുധീഷ് പറയുകയാണ്, മിണ്ടാതിരിക്കുന്ന നിങ്ങൾക്ക് നല്ലത്. ഇനി നിങ്ങൾ ഒരു അക്ഷരം ഇടി പോകരുത്. അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, എടാ, നാളെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയണ്ടേ? നിന്നോടുള്ള സ്നേഹം കൊണ്ടാ ഞാനിത് പറഞ്ഞത്. 4-5 മാസമായിട്ട് ഒരു മാറ്റവും ഇല്ല. ഇപ്പൊ ഒരു വണ്ടി വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് കൊടുത്തു. അത് ഓടിക്കാൻ പഠിപ്പിക്കണമെന്ന് നീ ആഗ്രഹിച്ചു, അത് നടന്നില്ല. ഒന്നും നടക്കാതെ ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നു. എടാ, ആ പെണ്ണിന്റെ കഴുത്തിൽ നീ താലി കെട്ടിയതാ. അവള് നിന്റെ ഭാര്യ. അതുപോലും നീ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നു. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി അയാൾ ഉപദേശിക്കാനായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് പോകുമ്പോൾ ഭാസ്കരൻ സുധീഷിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. തുടർന്ന് സുധീഷ് നികേഷ് നിധിയെ സ്കൂട്ടർ പഠിപ്പിക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. സുധീഷ് മുന്നിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് സ്കൂട്ടർ നിർത്തുകയാണ് നിധി. പിന്നിലിരിക്കുന്ന നികേഷ് ചോദിക്കുന്നു, സുധീഷ് എണ്ണോ ഏട്ടത്തിയെ പേടിപ്പിച്ചല്ലോ, ഇങ്ങനെ വന്ന് മുന്നിൽ നിൽക്കണോ? സുധീഷ് ചോദിക്കുന്നു, വണ്ടി ആടുന്നത് കണ്ടില്ലേടാ, ബാലൻസ് ചെയ്ത് ഓടിക്കാൻ പഠിപ്പിച്ചൂടെ? ഇങ്ങനെയാണോ പഠിപ്പിക്കുന്നത്? അപ്പൊ നികേഷ് പറയുകയാണ്, സുധീഷ് ഏട്ടാ, ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളൂ, പതിയെ ഏട്ടത്തിക്ക് ബാലൻസ് ഒക്കെ ആയിക്കോളൂ. ഞാൻ പഠിപ്പിച്ചാൽ എന്താന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, പഠിപ്പിച്ചോ? അപ്പൊ സുധീഷ് നിധിയോട് ചോദിക്കേണ്ട, നിധി ഞാൻ പഠിപ്പിക്കട്ടെ? എന്തിനാ ഞാൻ പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞത്? ഇവനെയൊക്കെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചത് ഞാനാ. ഇത് കേട്ട് നികേഷ് പറയുകയാണ്, സുധീഷ് ഏട്ടാ, ആ ഹിസ്റ്ററി ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. എനിക്ക് ഹരീഷ് ഏട്ടന്, സുഭാഷ് ഏട്ടന്, അങ്ങനെ ഞങ്ങളെ എല്ലാവരെയും വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചത് സുധീഷ് ഏട്ടനാണെന്ന് പറഞ്ഞു. സുധീഷ് ചോദിക്കുന്നു, കേട്ടില്ലേ? പിന്നെന്താ നിധിക്ക്? നികേഷ് നീ ഇറങ്ങ്, ഞാൻ പഠിപ്പിക്കാം. ഇവൻ പഠിപ്പിച്ചിട്ട് എന്ന് പഠിക്കാനാ? നീ ഇറങ്ങടാ. ഇത് കേട്ട് നികേഷ് സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങുമ്പോൾ സുധീഷ് പുഞ്ചിരിച്ച് നിധിയുടെ പിന്നിലേക്ക് കയറുകയാണ്. നിധി ടെൻഷനോടുകൂടി ഇരിക്കുമ്പോൾ സ്കൂട്ടറിൽ നിധിയുടെ പിന്നിലിരിക്കുന്ന സുധീഷ് തന്റെ കൈയെടുത്ത് നിധിയുടെ കൈയുടെ മുകളിലേക്ക് വെച്ച് ബ്രേക്ക് പിടിച്ച് ഓൺ ചെയ്യാനായി പറയുകയാണ്. ഇത് ആക്സിലേറ്റർ, ഇതിങ്ങനെ തിരിക്കുമ്പോ വണ്ടി പോകും. ഇത് ഫ്രണ്ട് ബ്രേക്ക്, ഇത് ബാക്ക് ബ്രേക്ക്. ഇത്രയേ ഉള്ളൂ, ഒരുപാട് പഠിക്കാനൊന്നുമില്ല. ഞാൻ നിധിയെ ആദ്യം ഓടിച്ചു കാണിക്കാം. ഞാൻ എങ്ങനെ ബ്രേക്ക് പിടിക്കുന്നത്, എങ്ങനെ ആക്സിലേറ്റർ കൊടുക്കുന്നതെന്നൊക്കെ പിന്നിലിരുന്ന് നോക്കൂ. ഓക്കെ എന്ന് പറഞ്ഞ് നിധി സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങുമ്പോൾ സുധീഷ് മുന്നിലേക്ക് കയറി ഇരിക്കുകയാണ്. നിധി പിന്നിലേക്കും കയറുന്നു. നികേഷ് പുഞ്ചിരിച്ച് അവരെ നോക്കുമ്പോൾ സുധീഷ് പറയുന്നു, നിധി സൂക്ഷിച്ച് വീടരുത്, എന്റെ ഷോൾഡറിൽ കൈവച്ചോ. നിധി സുധീഷിന്റെ ഷോൾഡറിലേക്ക് കൈവയ്ക്കുമ്പോൾ പുഞ്ചിരിച്ച് തലയാട്ടി സുധീഷ് ചോദിക്കുന്നു, നമുക്ക് പോകാം. അങ്ങനെ സുധീഷ് സ്കൂട്ടർ ഓടിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് നികേഷ്. തുടർന്ന് സുധീഷ് പറയുന്നു, ഇനി നിധി തനിച്ചൊന്ന് പോയിട്ട് വാ. നിധി ചോദിക്കുന്നു, അയ്യോ തനിച്ചാണോ? തനിച്ചൊന്നും ഓടിക്കാൻ പറ്റില്ല, അത്രയ്ക്കൊന്നും ശരിയായിട്ടില്ല. അപ്പൊ സുധീഷ് പറയുകട, അതൊക്കെ ശരിയായിക്കോളും. നിധി ആദ്യം കേറ്, ഇത്ര ഓർത്താ മതി. ആക്സിലേറ്റർ തിരിക്കുമ്പോൾ വണ്ടി ഓടും, ബ്രേക്ക് പിടിക്കുമ്പോൾ വണ്ടി നിൽക്കും. അപ്പൊ നികേഷ് പറയുകട, ഏട്ടത്തിക്ക് അതൊക്കെ അറിയാം. വണ്ടി ഓടിക്കുന്ന മെക്കാനിസത്തെക്കാൾ കൂടുതൽ വണ്ടി ഓടിക്കുന്നു എന്നുള്ള മെക്കാനിസം ഒക്കെ അറിയാം, പക്ഷെ വണ്ടി ഓടിക്കുന്നു എന്നുള്ള ഭയമാണ് ഏട്ടത്തിക്ക്. ഏട്ടത്തി കേറിയിരിക്കെ. നിധി മടിച്ചു നിൽക്കുമ്പോൾ സുധീഷ് ഓർക്കുകയാണ് ഭാസ്കരന്റെ വാക്കുകൾ. നീ അവളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു, അവള് നിന്റെ ഭാര്യയായിട്ടാണോ ഇവിടെ ജീവിക്കുന്നത്? അവൾ ഇവിടെ നിന്റെ പെങ്ങളായിട്ടാ ജീവിക്കുന്നത്. തുടർന്ന് സുധീഷ് ചോദിക്കുന്നു, നിധി എന്താ ആലോചിച്ച് നിൽക്കുന്നത്? ഇരിക്ക്. ഇത് കേട്ട് നിധി സ്കൂട്ടറിലേക്ക് ഇരിക്കുമ്പോൾ ഇപ്പൊ ബ്രേക്ക് പിടിച്ച് ഓൺ ചെയ്യാം, ലൈറ്റ് ആയിട്ട് ആക്സിലേറ്റർ കൊടുക്ക്. അങ്ങനെ സുധീഷ് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ നിധി മുന്നോട്ടേക്ക് പോവുകയാണ്. നിധി സ്കൂട്ടറിൽ നിന്നും താഴേക്ക് വീഴുമ്പോൾ നിധി എന്ന് വിളിച്ച് ഭയത്തോടു കൂടി നിധിയുടെ അരികിലേക്ക് ഓടി ചെല്ലുകയാണ് സുധീഷും നികേഷും. നിധി എഴുന്നേൽക്കെന്ന് പറഞ്ഞ് അവർ നിധിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. നികേഷ് സ്കൂട്ടർ നേരെ വെക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, നിധി എന്തെങ്കിലും പറ്റിയോ? ബ്രേക്ക് പിടിക്കണ്ടായിരുന്നോ? നികേഷ് ചോദിക്കുന്നു, എന്താ സുധീഷ് ഏട്ടാ ഇത്? ഇങ്ങനെ ആക്സിലേറ്റർ കൊടുത്ത് വിടണമായിരുന്നോ? ഏട്ടത്തി ഇപ്പോഴല്ലേ പഠിച്ചു തുടങ്ങിയത്? അപ്പൊ നിധി പറയുകയാണ്, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുധീഷിനെ പഠിപ്പിക്കണ്ടെന്ന്. സുധീഷിന് വണ്ടി ഓടിക്കാൻ അറിയാം, പക്ഷെ എനിക്കറിയില്ല. ഒരു തവണ പറഞ്ഞിട്ട് ഓടിക്കുന്ന പറഞ്ഞ് ആക്സിലേറ്റർ കൊടുത്തു വിട്ടതല്ലേ. അപ്പൊ സുധീഷ് പറയുകയാണ്, സോറി നിധി, സത്യമായിട്ടും നിധി പോയി വീഴുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വണ്ടി കൺട്രോൾ ചെയ്ത് പോകുമെന്നാ വിചാരിച്ചേ, സോറി. അപ്പൊ നിധി പറയുകയാണ്, മതി, ഇനി എന്നെ സുധീഷ് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കണ്ട, നികേഷ് പഠിപ്പിച്ചാൽ മതി. അപ്പൊ നികേഷ് പറയുകയാണ്, സുധീഷ് ഏട്ടാ ഞാൻ പഠിപ്പിച്ചോളാം. വിഷമത്തോടു കൂടി സുധീഷ് പറയുന്നു, സോറി നിധി, സത്യമായിട്ടും ഞാൻ വേണോന്ന് കരുതി ചെയ്തതല്ല, അറിയാതെ ചെയ്തതാ. നിധി താഴെ വീഴുമെന്ന് ഞാൻ വിചാരിച്ചതേ
സാധ്യതയില്ല, ഈസി ആയിട്ട് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുമായിരുന്നു. നിധി ഭയന്ന് താഴെ വീണതാ. അപ്പൊ നിധി പറയാണ്, കേട്ടില്ലേ നികേഷ്, ഇപ്പൊ പോലും എന്താ പറയുന്നതെന്ന്? എനിക്കിതൊന്നും ശീലമില്ല, പതിയെ പതിയല്ലേ ശീലിക്കാൻ പറ്റൂ. ഞങ്ങൾ നോക്കിക്കോളാം, സുധീഷ് പോ. നിധി എന്ന് വിളിച്ച സുധീഷ് വിഷമത്തോട് കൂടി നിൽക്കുമ്പോൾ സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് നിധി പറയുന്നു, നികേഷ് ഞാൻ വീട്ടിൽ പോവാ. ഏട്ടത്തി ഞാനും വരുമെന്ന് പറഞ്ഞ് നികേഷ് സ്കൂട്ടറുമായി നിധിയുടെ ഒപ്പം പോവുകയാണ്. നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി കൈ ഒരുപാട് മുറിഞ്ഞിട്ടുണ്ടോ? ഇല്ലടാ, നീറുന്നുണ്ടെന്ന് നിധി പറയുമ്പോൾ അരികിലേക്ക് ഓടി വന്ന സുധീഷ് ചോദിക്കുന്നു, നിധി ഹോസ്പിറ്റലിൽ പോണോ? അപ്പൊ നിധി പറയുകയാണ്, അതൊന്നും വേണ്ട, ഞാൻ നോക്കിക്കോളാം. അപ്പൊ സുധീഷ് പറയുകയാണ്, നിധി ബ്ലഡ് ഒക്കെ വരുന്നുണ്ട്, സോറി. ഇതിയുടെ നിധി പറയുന്നു, സുധീഷിന്റെ സോറി എനിക്ക് വേണ്ട. അപ്പൊ സുധീഷ് പറയുകയാണ്, ഞാൻ അറിയാതെ ചെയ്തതാ നിധി. ഇത് കേട്ട് സുധീഷിനെ തിരിഞ്ഞു നോക്കാതെ നികേഷിന്റെ ഒപ്പം പോവുകയാണ് നിധി. അവരുടെ പിന്നാലെ സുധീഷും വരുന്നു. തുടർന്ന് വീട്ടിലേക്ക് വരുന്ന നിധി പറയുകയാണ്, സ്കൂട്ടർ പഠിക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണെന്ന് ഞാൻ ഇപ്പോഴാ അറിഞ്ഞേ. വീട്ടിലേക്ക് വരുന്ന നിധിയെ കണ്ട് ടെൻഷനോട് കൂടി ഭാസ്കരൻ ചോദിക്കുന്നു, എന്തു പറ്റി മോളെ, കയ്യിലൊക്കെ ചോരയുണ്ടല്ലോ? താഴെ വീണതാണെന്ന് നിധി പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് ഭാസ്കരൻ പറയുകയാണ്, വണ്ടി ഓടിക്കാൻ പഠിക്കണമെങ്കിൽ താഴെ വീണ് എഴുന്നേൽക്കണം, അതാണല്ലോ മുറ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിധി അകത്തേക്ക് പോകുമ്പോൾ പിന്നാലെ പോവുകയാണ് നികേഷ്. ഭാസ്കരൻ ഉറക്കെ പറയുന്നു, മരുന്ന് പുരട്ടെ. ദേഷ്യത്തോടുകൂടി ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് നിധിന്റെയും നികേഷിന്റെയും പിന്നാലെ പോവുകയാണ് സുധീഷ്. ഭാസ്കരൻ പറയുന്നു, ഇവന്റെ നോട്ടം കണ്ടാ തോന്നുമല്ലോ ഞാനാണ് ആ കുട്ടിയെ തള്ളിയിട്ടതെന്ന്. തുടർന്ന് അരികിലേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, അയ്യോ മോളെ എന്തു പറ്റി കയ്യില്? അപ്പൊ നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ, സുധീഷ് ഏട്ടൻ തള്ളിയിട്ടതാ. ഇത് കേട്ട് സുധീഷ് ചോദിക്കണം, എന്ത്, ഞാൻ തള്ളിയിട്ടെന്നോ? നീ എന്താടാ ഈ പറയുന്നത്? സുധീഷ് ഏട്ടനല്ലേ തള്ളിയിട്ടെന്ന് നികേഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, അല്ല, വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ താഴെ വീണതാ. അപ്പൊ നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ഞാൻ മര്യാദയ്ക്ക് പഠിപ്പിക്കുകയായിരുന്നു. സുഭാഷ് ഏട്ടൻ വെറുതെ അവിടെ വന്ന് ഞാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞ് ഏട്ടത്തിയെ തള്ളിയിട്ടു. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, ഞാൻ തള്ളിയിട്ടിട്ടൊന്നുമില്ല സുഭാഷ് ഏട്ടാ, ഞാനല്ല, നിധി താഴെ വീണതാ. എന്താ നികേഷ് ഇത്? ഇത് കേട്ട് നിധി ചോദിക്കാണ്, ഹലോ, സുധീഷിനെ ഞാൻ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ എന്നെ കുറ്റപ്പെടുത്തുകയാണോ സുധീഷ്? സുധീഷ് അല്ലേ ആക്സിലേറ്റർ കൊടുത്ത് എന്നെ തള്ളിയിട്ടത്. ഇത് കേട്ട് സുധീഷ് ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, നിന്നോട് ആരാടാ പറഞ്ഞത് അങ്ങോട്ട് പോകാൻ? നികേഷ് പഠിപ്പിക്കാൻ പോയതല്ലേ, പിന്നെ എന്തിനാ നീ കൂടെ പോയത്? അപ്പൊ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ വണ്ടി ഓടിക്കുമ്പോൾ ചിലപ്പോ താഴെ വീണെന്നൊക്കെ ഇരിക്കും. സുഭാഷ് ഏട്ടനെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ എത്ര തവണ താഴെ വീണിട്ടുണ്ട്, കൈയും കാലും ഒക്കെ മുറിഞ്ഞു വന്ന് നിൽക്കുമല്ലോ. അപ്പൊ സുഭാഷ് ഏട്ടൻ ഇത്ര സ്നേഹത്തോടു കൂടി സംസാരിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഇത് കേട്ട് സുഭാഷ് ചോദിക്കണ, നീ നിധി ഒരുപോലെയാണോ? അപ്പൊ സുധീഷ് പറയണ, അതെ സുഭാഷ് ഏട്ടാ, നിധി താഴെ വീഴുമ്പോൾ റെഡ് കളറിൽ ചോര വരും, ഞങ്ങൾ താഴെ വീഴുമ്പോൾ പച്ച കളർ വരും, ഞങ്ങള് വേറെയാണല്ലോ. ഇത് കേട്ട് സുഭാഷ് പറയണ, നീ പോടാ മോള്, സുധീഷിന്റെ അടുത്തൊന്നും പഠിക്കണ്ട, നീ നികേഷ് പഠിപ്പിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ വന്ന് പഠിപ്പിക്കാം. ഇത് കേട്ട് സുധീഷ് ചോദിക്കണ, ഹലോ, എന്താ എല്ലാവരും ഓവറായിട്ട് സംസാരിക്കുന്നത്? ഞാൻ നിധിയെ പഠിപ്പിച്ചാൽ എന്താ പ്രശ്നം? ഇത് കേട്ട് നിധി പറയണ, അയ്യോ മതി, ഇനി ഇതിന്റെ പേര് വഴക്കുണ്ടാക്കണ്ട. അപ്പൊ സുഭാഷ് പറയണ, നിധി മോള് പോയി കൈ കഴുകിട്ട് വാ, ഞാൻ ഓയിൽമെന്റ് എടുത്തിട്ട് വരാം. അങ്ങനെ സുഭാഷ് അകത്തേക്ക് പോകുമ്പോൾ സുധീഷ് സോറി പറയുകയാണ്. ദേഷ്യത്തോടു കൂടി സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് നിധി അകത്തേക്ക് പോകുന്നു. എന്ത് ചെയ്താലും മോശപ്പേരാണെന്ന് പറഞ്ഞ് സുധീഷ് പുറത്തേക്ക് പോകുന്നു. ഭാസ്കരൻ സുധീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. സുഭാഷ് നിധിയുടെ കയ്യിൽ മരുന്ന് പുരട്ടി കൊടുക്കുകയാണ്. ഭാസ്കരൻ പൊട്ടിച്ചിരിക്കുമ്പോൾ സുധീഷ് പറയുന്നു, നിങ്ങൾ ചിരിക്കരുത്, നിങ്ങൾ എന്നെ പിരികേറ്റി വിട്ട് ഞാൻ ഗ്രൗണ്ടിൽ ചെന്നു, നിങ്ങൾ കാരണമാ നിധി താഴെ വീണത്. ഇത് കേട്ട് ഭാസ്കരൻ ചോദിക്കുകയാണ്, ഞാൻ അവളെ തള്ളിയിട്ടതുപോലെയാണല്ലോ നീ പറയുന്നത്? ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? നിന്റെ ജീവിതത്തിന്റെ കാര്യമാണ്, കുറച്ച് ശ്രദ്ധിക്കണമെന്നല്ലേ ഉള്ളൂ. നീ എന്തൊക്കെയോ ചെയ്തിട്ട് വന്നിട്ട് എന്നോട് ദേഷ്യം കാണിക്കുന്നു. നോക്ക്, നിനക്കൊരു ഐശ്വര്യമില്ല, ഒരു നല്ല കാര്യവും നടക്കില്ല, നിങ്ങളുടെ വാക്ക് കേട്ട് എന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് സുധീഷ് ദേഷ്യത്തോടു കൂടി അകത്തേക്ക് പോവുകയാണ്. അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, നിനക്ക് സ്വന്തമായിട്ട് ബുദ്ധിയില്ലേ? എന്റെ വാക്ക് കേട്ട് ഓരോന്ന് ചെയ്യണോ? തുടർന്ന് സുഭാഷ് നിധിയുടെ കയ്യിൽ മരുന്ന് പുരട്ടി കൊടുക്കുമ്പോൾ അരികിലേക്ക് വരികയാണ് സുധീഷ്. മോള് പോയി റെസ്റ്റ് എടുക്കുന്നു പറഞ്ഞ് സുഭാഷ് നിധിയെ റൂമിലേക്ക് പറഞ്ഞു വിടുന്നു. നിധി അകത്തേക്ക് പോയതിനു ശേഷം സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ എന്താ ഓവറായിട്ട് സ്നേഹം കാണിക്കുന്നത്? അപ്പൊ സുഭാഷ് പറയുകയാണ്, എടാ ആ കുട്ടി താഴെ വീണ് കൈയൊക്കെ മുറിഞ്ഞിട്ടാ വന്നിരിക്കുന്നത്, പാവം കുട്ടി, നീ എന്തായി പറയുന്നത്? നിന്നോട് ആരാ പറഞ്ഞത് അങ്ങോട്ട് പോകാൻ? അപ്പൊ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ, ആദ്യം സുഭാഷ് ഏട്ടൻ അവളെ അനിയത്തിയായിട്ട് കാണുന്ന ഒന്ന് നിർത്ത്. സുഭാഷ് ചോദിക്കുന്നു, ഞാൻ അവളെ ഒരു പെങ്ങളായിട്ട് കാണുന്നതിന് നിനക്കെന്താ? അപ്പൊ സുധീഷ് പറയുകയാണ്, നിങ്ങളുടെ ഈ സ്നേഹം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സുഭാഷ് ഏട്ടനെ അവളെ സഹോദരനായിട്ട് കാണുമ്പോൾ എന്നെ അവള് സഹോദരനായി കാണില്ലേ? ചിരിച്ചുകൊണ്ട് സുഭാഷ് പറയുന്നു, അവൾ എന്നെ കാണുന്നത് മൂത്ത ചേട്ടനായും ഹരീഷിനെയും നികേഷിനെയും കാണുന്നത് അനിയന്മാരുമായിട്ടാ, പക്ഷെ നിന്നെ കാണുന്നത് അങ്ങനെയല്ല. ഇത് കേട്ട് സുധീഷ് സമാധാനത്തോടു കൂടി നിൽക്കുകയാണ്. തുടർന്ന് കിളിക്കൂടിന്റെ മുറ്റത്ത് നിധിയെ സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിക്കുകയാണ് നികേഷ്. കുറച്ചപ്പുറത്തായി സുധീഷും സുഭാഷും ഭാസ്കരനും ഉണ്ട്. നികേഷ് പറയുന്നു, ഏട്ടത്തി നന്നായി ഓടിക്കണം, ആ ഗേറ്റ് വരെ പോയിട്ട് തിരിച്ചു വാ. ശരി എന്നാ നിധി പറയുമ്പോൾ നികേഷ് നിധിയുടെ പിന്നിലേക്ക് കയറുകയാണ്. സുഭാഷ് പറയുന്നു, സൂക്ഷിച്ചു വേണം. നിധി സ്കൂട്ടറിന് ഗേറ്റിന്റെ അരികിലേക്ക് പോകുമ്പോൾ നികേഷ് പറയുന്നു, സ്ലോ ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പോകും. സൂപ്പർ. അങ്ങനെ ഭാസ്കരൻ ഇടയ്ക്കിടയ്ക്ക് സുധീഷിനെ നോക്കുന്നുണ്ട്. സുധീഷും ഭാസ്കരനെ ശ്രദ്ധിക്കുന്നു. സുഭാഷ് പറയുന്നു, നന്നായിട്ടുണ്ട് മോളെ, ഓടിക്കാൻ പഠിച്ചല്ലോ. തുടർന്ന് നികേഷ് പറയുന്നു, ഇനി ഏട്ടത്തി തനിച്ചു പോയിട്ട് വാ. അപ്പൊ നിധി പറയുകയാണ്, തനിച്ചോ? എനിക്ക് പേടിയാടാ. അപ്പൊ നികേഷ് പറയുന്നു, ഏട്ടത്തി പോ, ഈ ഭാഗത്തേക്ക് ഒരു വണ്ടിയും വരില്ല, നല്ല ആത്മവിശ്വാസത്തോടെ പോയാൽ മതി, പതിയെ പോയിട്ട് പതിയെ തിരിച്ചു വാ, ധൈര്യമായിട്ട് പോ മോളെന്ന് സുഭാഷ് പറയുമ്പോൾ നിധി സ്കൂട്ടറിൽ ഗേറ്റിന്റെ അരികിലേക്ക് പോവുകയാണ്. സുധീഷ് ടെൻഷനോടുകൂടി നിൽക്കുന്നു. നിധി ഭയത്തോടുകൂടി സ്കൂട്ടർ നിർത്തുമ്പോൾ സുധീഷ് ടെൻഷനോടുകൂടി നികേഷിന്റെ അരികിലേക്ക് വരികയാണ്. നികേഷ് പറയുന്നു, ഏട്ടത്തി മുന്നോട്ട് പോയാൽ മതി, ഒരു കുഴപ്പമില്ല, ഞാൻ വരട്ടെ. നികേഷിന്റെ കയ്യിൽ പിടിച്ച് സുധീഷ് പറയുന്നു, നികേഷ് നീ ഇവിടെ നിൽക്ക്, ഞാൻ പോവാം. അങ്ങനെ സുധീഷ് നിധിയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നു, നിധി ഇങ്ങനെയല്ല. അപ്പൊ നിധി പറയണ, പ്ലീസ് സുധീഷ്, ദയവ് ചെയ്ത് സുധീഷ് ഒന്ന് മാറി
നിൽക്കും, ഞാൻ പതിയെ പഠിച്ചോളാം. നിധി, ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. അങ്ങനെ സുധീഷ് പറയുമ്പോൾ നിധി പറയണം, പ്ലീസ് സുധീഷ് ഒന്ന് പോ. ഇത് കേട്ട് വിഷമത്തോടു കൂടി സുധീഷ് സുഭാഷിന്റെ അരികിലേക്ക് വരുമ്പോൾ എല്ലാവരും സുധീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. നിധി സ്കൂട്ടറിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ ബൈക്കിൽ അവിടേക്ക് വരികയാണ് ഹരീഷ്. ഞെട്ടി നികേഷ് ഉറക്കെ ഏട്ടത്തിന്ന് വിളിക്കുമ്പോൾ ഹരീഷും നിധിയും ഞെട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ്. സുഭാഷും ഭാസ്കരനും സുധീഷും എല്ലാം ടെൻഷനോടുകൂടി നിൽക്കുന്നു. ഹരീഷ് പറയുന്നു, സോറി ഏട്ടത്തി, വണ്ടി നന്നായി ഓടിക്കാൻ പഠിച്ചോ? നിധി പുഞ്ചിരിച്ച് തലയാട്ടുമ്പോൾ സമാധാനത്തോടു കൂടി നിൽക്കുകയാണ് സുധീഷ്. ഹരീഷ് പറയുന്നു, ഏട്ടത്തി മുന്നിൽ പോയിക്കോ, ഞാൻ പിന്നാലെ വരാം. തുടർന്ന് നികേഷ് പറയുന്നു, സൂപ്പർ ആയിട്ടുണ്ട് ഏട്ടത്തി, ഇനി ഇറങ്ങിക്കോ. ഹരീഷേട്ടാ, ഏട്ടത്തി ഹരീഷേട്ടനെക്കാട്ടിലും മുന്നിൽ വന്നല്ലോ. പുഞ്ചിരിച്ച് ഹരീഷ് പറയുന്നു, ഏട്ടത്തി നന്നായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്, വണ്ടി ആടുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ നിധി പറയുകയാണ്, വണ്ടി എടുക്കുന്നതിന് മുമ്പേ വരെ എല്ലാം ഓർമ്മയിലുണ്ട്, വണ്ടി എടുത്താൽ ഉടനെ ഭയം വരും, ഓടിച്ചോടിച്ച് ശീലമാകും മോളേന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, മനസ്സിലാവുന്നുണ്ട് സുഭാഷ് ഏട്ടാ, എന്നാലും കുറച്ച് ഭയമുണ്ട്. ഇത് കേട്ട് നികേഷ് പറയുകയാണ്, ഏട്ടത്തി നേരത്തേനെക്കാട്ടിലും നന്നായി ഓടിക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഏട്ടത്തി നന്നായി സ്കൂട്ടർ ഓടിക്കും. പുഞ്ചിരിച്ച് നിധി താങ്ക് യു എന്ന് പറയുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഇതേപോലെ തന്നെയല്ലേ ഞാനും പഠിപ്പിച്ചത്, എല്ലാവരും പറയുന്നത് നന്നായി കേൾക്കുന്നുണ്ട്, എന്നോട് മാത്രം ദേഷ്യപ്പെടും. ഒരു റൗണ്ടും കൂടി പോയിട്ട് വാ മോളേന്ന് സുഭാഷ് പറയുമ്പോൾ അത് വേണോന്ന് ചോദിക്കുകയാണ് നിധി. നികേഷ് പറയുകയാണ്, പോയിട്ട് വാ ഏട്ടത്തി. അപ്പൊ ഹരീഷ് പറയുന്നു, പോയിട്ട് വാ ഏട്ടത്തി, പക്ഷെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം, നല്ല ആത്മവിശ്വാസത്തോടു കൂടി പോയിട്ട് വാ. ഇത് കേട്ട് നിധി സ്കൂട്ടറുമായി ഗേറ്റിന്റെ അരികിലേക്ക് പോകുമ്പോൾ ചുറ്റും നോക്കിക്കൊണ്ട് അവിടേക്ക് വരികയാണ് ചാന്ദിനി. ഗേറ്റിന്റെ അരികിലേക്ക് വന്ന നിധി പുഞ്ചിരിച്ച് ചാന്ദിനിയോട് ഹായ് പറയുമ്പോൾ ചാന്ദിനിയും ഹായ് പറയുകയാണ്. നിധി പറയുന്നു, അകത്തേക്ക് വാ. ഇത് കേട്ട് മൂളി ചാന്ദിനി നിധിയുടെ പിന്നാലെ വരികയാണ്. ഭാസ്കരനും നികേഷും ഹരീഷും എല്ലാം സംശയത്തോടു കൂടി ചാന്ദിനിയെ നോക്കുകയാണ്. സുഭാഷ് പറയുന്നു, മോള് നന്നായിട്ടാ പോയിട്ട് വന്നത്, അവിടെ നിർത്തിക്കോ. സൂപ്പർ ഏട്ടത്തിന്ന് നികേഷ് പറയുമ്പോൾ പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു, വാ ചാന്ദിനി, സുഖാണോ? ചാന്ദിനി പുഞ്ചിരിച്ച് തലയാട്ടുമ്പോൾ സുഭാഷ് പറയുന്നു, നികേഷ്, ഇത് നമ്മുടെ അവിനാഷിന്റെ സഹോദരിയാ, പേര് ചാന്ദിനി, അതെന്റെ രണ്ടാമത്തെ അനുജൻ ഹരീഷ്, ഇത് ഏറ്റവും ഇളയാൾ നികേഷ്. ചാന്ദിനി പുഞ്ചിരിച്ച് അവരെ നോക്കി കൈകൂപ്പുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, ചാന്ദിനി എന്താ ഇവിടെ? അവിനാഷിന്റെ ഒപ്പം ഈ വഴി വന്നതാണെന്ന് ചാന്ദിനി ഹിന്ദിയിൽ പറയുമ്പോൾ എല്ലാരും സംശയത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുകയാണ്. നികേഷ് ചോദിക്കുന്നു, എന്താ പറഞ്ഞത്? അപ്പൊ സുധീഷ് പറയുകയാണ്, അതൊന്നുമില്ലടാ നികേഷ്, അവിനാഷിന്റെ കൂടെ ബൈക്കിൽ വന്നതാണെന്ന്, സുഭാഷ് ഏട്ടന്റെ വീട് ഇവിടെ അടുത്താണെന്ന് അവിനാഷ് പറഞ്ഞെന്ന് തോന്നുന്നു. ശരി, എന്നെ എങ്കിൽ ഇവിടെ വിട്ടിട്ട് പോ, തിരിച്ചു വരുമ്പോൾ കൂട്ടിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് ചാന്ദിനി ഇവിടേക്ക് വന്നതാ. നികേഷ് ചോദിക്കുന്നു, അങ്ങനെയാണോ? സുധീഷ് ഏട്ടൻ ഇത്രയും വലുതായിട്ടാണല്ലോ പറയുന്നത്, അവര് പറഞ്ഞത് ചെറിയ വാക്കിലാണല്ലോ. അപ്പൊ സുധീഷ് പറയുകയാണ്, അത് നിനക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞതാ. സുധീഷ് ഏട്ടന് ഹിന്ദി അറിയാമോന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ചോട്ടാ ചോട്ടാ മാലൂടാ, നമ്മള് ഹിന്ദിയൊക്കെ പഠിച്ചല്ലേ. പുഞ്ചിരിച്ച സുഭാഷ് പറയുന്നു, വാ ചാന്ദിനി, അകത്തേക്ക് പോകാം. എല്ലാരും വാന്ന് പറഞ്ഞ് സുഭാഷ് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. ചാന്ദിനി സന്തോഷത്തോടു കൂടി ചുറ്റും നോക്കുന്നു. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്